നമസ്തേ ബച്ചോ, ഏവർക്കും 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിർബഹൂട്ടി എന്ന പാഠത്തിൻ്റെ ഈ ഒരു പാരഗ്രാഫ് വരെയാണ് പഠിച്ചു നിർത്തിയത്. ആ പാരഗ്രാഫ് ഒന്നുകൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1981 का साल राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्ഷൻ. 1981 കാലഘട്ടം രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള സവാരി ഗാഡിയും യാത്രാവണ്ടികളെ കൊണ്ടും അതുപോലെ തന്നെ മാൽ ഗാഡിയും ചരക്ക് വണ്ടികളെ കൊണ്ടും സദാഫര ഫുലേര ജംഗ്ഷൻ, എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷൻ. കസ്ബയ്ക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ, ആ പട്ടണത്തിൻ്റെ ചെറിയ പട്ടണത്തിൻ്റെ ഏകദേശം ഭാഗവും വിജനമായിട്ടുള്ളതും ഇടുങ്ങിയതുമായിട്ടുള്ള തെരുവുകളാണ്. ഗലിയോമേ ഖാമോഷ് ഖഡെ ബിജലി കെ ഖംബെ, ആ തെരുവുകളിൽ ഖാമോഷ് ഖഡെ നിശബ്ദമായിട്ട് നിൽക്കുന്ന ബിജലി കെ ഖംബെ ഇലക്ട്രിക് പോസ്റ്റുകളെയും നമുക്ക് കാണാം. ഖംബോങ്കെ ബീച്ച് ഖിഞ്ചി താരോങ്കി കഥാരെ, ആ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് നടുവിൽ വലിച്ചു കെട്ടിയ കമ്പികൾ കാണാം. ഇൻ ഗലിയോമേൻ ജഹാൻ തഹാൻ ദിക്കായി പടുത്തെ മീട്ടി ഘണ്ടിയാൻ ബജാത്തെ ഫേരിവാലെ, ആ തെരുവുകളിൽ അങ്ങിങ്ങായി നമുക്ക് കാണാം ആരെ, മീട്ടി ഘണ്ടിയാൻ ബജാത്തെ, മധുരമായ മണികൾ മുഴക്കിക്കൊണ്ട് പോകുന്ന ഈ വഴി അല്ലെങ്കിൽ കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഏക അന്തരീസി ഗലിമേൻ 6-7 ഗദോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസെ, ഇനി ഒരു വളരെ പ്രകാശമൊക്കെ കുറഞ്ഞ ഒരു തെരുവിൽ 6-7 ഗദോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസയും, 6-7 കഴുതകളുടെ ഖുരോങ്കി, അവരുടെ കുളമ്പടിക്കുന്ന ശബ്ദം. ഉൻകെ പീച്ചെ ചൽത്തായേക്ക് ബദനുകാടെ കുമാർ, അവരുടെ പിറകെ, ആ കഴുതകളുടെ പിറകെ നടന്നു പോകുന്ന ഒരു അർദ്ധനഗ്നനായ ഒരു കുശവൻ, പാത്രങ്ങൾ ഉണ്ടാക്കുന്ന മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആൾ. ഇസി ദൃശ്യക്കെ ബീസെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ച്, ഈ ദൃശ്യത്തിനൊക്കെ നടുവിൽ നിന്ന് കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികൾ, ബേല ഓർ സാഹിൽ. ആരൊക്കെയാണ്? ബേലയും സാഹിലും. ഉൻദിനും പൈൻമേം 5 പൈസമേ നീലി സ്യായി ഭരി ജാത്തി. അപ്പോൾ ആ ദിവസങ്ങളിൽ കേവലം 5 പൈസയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? പേനയിൽ നീലമഷി നിറച്ചു കൊടുക്കാറുണ്ട്. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പൈൻമേ സ്യാഹി പർത്തേതെ, ആ സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? പേനയിൽ മഷി നിറയ്ക്കുന്നത്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നോക്കാം. പൈൻമേ കുച്ച് സ്യാഹി ബച്ചീതി, പേനയിൽ കുറച്ച് മഷി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ, അത് സാഹിൽ എന്ത് ചെയ്തു? തറയിൽ കുടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോം ദുക്കാൻ പർ പഹൂഞ്ചെ, പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ദോനും 2 കുട്ടികളും ദുക്കാൻ പർ പഹൂഞ്ചെ, കടയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഏക് പൈൻ സ്യാഹി ഫർദോ, ഒരു പേന മഷി നിറച്ചു തരൂ. സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ, അപ്പോൾ ഈ കാര്യം സാഹിൽ പറയും മുന്നേ തന്നെ ആര് കടക്കാരനോട് പറയുകയാണ്? ബേല ആ ദുക്കാൻ വാലയോട്, ആ കടക്കാരനോട് പറയുകയാണ്. ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹേ, അബ് തോ കൽ ഹി മിൽ പായേഗി. അപ്പോൾ കച്ചവടക്കാരൻ്റെ മറുപടിയാണ് നമ്മൾ കണ്ടത്. എന്താണ്? ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹേ, മക്കളെ പേനയുടെ അല്ലെങ്കിൽ മഷിയുടെ കുപ്പി ഇപ്പോൾ അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. അപ്പോൾ തോ കൽ ഹി മിൽ പായേഗി, ഇനി നാളെ ഇത് കിട്ടത്തുള്ളൂ എന്ന് ആര് പറഞ്ഞു? കച്ചവടക്കാരൻ, ദുക്കാൻദാർ പറഞ്ഞു. ലേക്കിൻ इसने तो പൈൻമേൻ ജോ സ്യാഹി തീ ഉസേ ഭി സമീൻ പർ ചിടക്ക് ദിയ, ബേല ബോലി. അപ്പോൾ കച്ചവടക്കാരനോടായിട്ട് ബേല പറയുകയാണ്, എന്തെന്നാണ് പറഞ്ഞത്? ലേക്കിൻ, പക്ഷേ, ഇസ്നേത്തോ, ഇവനാണ്, ഇവൻ എന്ന് പറഞ്ഞാൽ ആര്? നമ്മുടെ സാഹിലാണ്. പൈൻമേൻ ജോ സ്യാഹി തീ, പേനയിൽ അവശേഷിച്ചിരുന്ന മഷി കൂടി ജമീൻ പർ ചിടക്ക് ദിയ, തറയിൽ കുടഞ്ഞു കളഞ്ഞത് എന്ന് എന്ത് ചെയ്തു? ബേല ആ കച്ചവടക്കാരനോട് പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൻ പറയുകയാണ്, ബാദൽ കോ ദേഖ് കർ ഖഡെ കോ നഹീൻ ഠുലാന ചാഹിയേ, എന്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ, മേഘങ്ങളെ കണ്ടിട്ട്, ഖഡെ കോ നഹീൻ ഠുലാന ചാഹിയേ, എന്ത് ചെയ്യരുത്? കുടം ചരിച്ച് കളയരുത്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? മേഘങ്ങളെ കണ്ടിട്ട് കുടം ചരിച്ച് കളയരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘങ്ങൾ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? ബാരിഷ്, മഴയുടെ പ്രതീകമാണ്. അപ്പോൾ മേഘങ്ങളെ കണ്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ് അവിടെ ഉറപ്പായിട്ടും മഴ പെയ്യും എന്ന് വിചാരിച്ചുണ്ടായിരുന്ന വെള്ളം കൂടി ചരിച്ച് കളഞ്ഞാൽ സഭി ബാദലും, എല്ലാ മേഘങ്ങളും എന്ത് ചെയ്യണമെന്നില്ല? ബരസ്നെ നഹീം, പെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ അവിടുത്തെ അർത്ഥം. അപ്പോൾ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഓർ പൂച്ച, എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, കോൻസീമേം പഠിത്തേ ഹോ, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5വീമേം. അപ്പോൾ അവർ പറഞ്ഞു 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാഹിലിനെ ഐസെ ബുരേ മനസ്സേ ബത്തായ ജൈസെ 5വീമേം പഠന പാപ് ഹോ, അപ്പോൾ സാഹിൽ വളരെ എന്താണ് എന്തോ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തോ വലിയൊരു തെറ്റ് ചെയ്യുന്നത് പോലെ, ഒരു പാപം എന്ന പോലെയാണ് എന്ത് ചെയ്തത്? അതിന് മറുപടി പറഞ്ഞത്. അതെന്താണ് അതിന് കാരണം? കാരണം ഉണ്ടായിരുന്ന മഷി കൂടി കുടഞ്ഞു കളഞ്ഞ ആ ഒരു വിഷമത്തിൽ സാഹിൽ പറഞ്ഞതാണ്. അപ്പോൾ കച്ചവടക്കാരൻ ചോദിക്കുകയാണ്, ദോനോ, നിങ്ങൾ 2 പേരും 5ാം ക്ലാസ്സിലാണോ? അപ്പോൾ
हम दोनों और हम दोनों का सेक्शन भी एक ही है ए बेला ने ऐसे खुश होकर बताया जैसे कोई बहुत बड़ी बात हो അപ്പോൾ हम दोनों അതെ നമ്മൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് और हम दोनों का सेक्शन भी एक ही है കൂടാതെ നമ്മുടെ ഡിവിഷൻ വരെ ഒന്നാണ് എ ഏതാണ് എ ഡിവിഷനിലാണ് എന്ന് എന്ത് ചെയ്തു ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ ബതായ ബേല വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു ജയ്സേ എപ്രകാരം എന്ന് വെച്ചാൽ കോയി ബഹുത്ത് ബഡി ബാത്ത് ഹോ അതെന്തോ വലിയ ഒരു കാര്യമാണ് ഒരേ ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരേ ഡിവിഷനിലാകുക എന്നുള്ളതും എന്തോ വലിയ കാര്യം എന്ന വണ്ണം എന്ത് ചെയ്തു ബേല ആ കടക്കാരനോട് പറഞ്ഞു ക്ലാസ് മേം ദോനോം പാസ് പാസ് ബൈഠത്തെ थे ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത് കോപ്പി മേം കാം കർത്തെ തോ ദോനോം കോപ്പി മേം കാം കർത്തെ थे കോപ്പി ഒരാൾ കോപ്പി എഴുതുകയാണെങ്കിൽ മറ്റേ ആളും കോപ്പി എഴുതും കിതാബ് പഠത്തെ തോ ദോനോ കിതാബ് പഠത്തെ പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കും ബൽക്കി പാഠ് ഭി ഏക് ഹി പഠത്തെ എങ്ങനെയെന്ന് വെച്ചാൽ അവർ വായിക്കുന്ന പാഠം വരെ സെയിം ആയിരിക്കും साहिल चमकुड़ी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमकुड़ी सन 57 में वह तलवार पुरानी थी पढ़ती थी ഇപ്പോൾ സാഹിൽ ഒരു പാഠം എടുത്തു വെച്ച് വായിക്കുകയാണ് ചമക്കുടി സൻ 57 മേം ചമക്കുടിഞ്ഞ എന്ന് പറഞ്ഞാൽ തിളങ്ങുക തിളങ്ങിയിരുന്ന സൻ 57 മേ 1957 തിളങ്ങിയിരുന്ന ആ വാള് തിളങ്ങിയിരുന്ന വാള് പഴയതായിരുന്നു എന്ന് വായിച്ചാൽ പഠിത്താ തോ ബേലാഫി ചമക്കുടി സൻ 57 में वह तलवार पुरानी थी അതായത് ഇതൊരു ഝാൻസി റാണിയുടെ ഒരു കവിതയാണ് അപ്പോൾ 1957 തിളങ്ങിയിരുന്ന ആ വാൾ പഴയതായിരുന്നു എന്ന ആ കവിത സാഹിൽ വായിച്ചാൽ അത് തന്നെ എന്തും ചെയ്യും ബേലയും എടുത്തു വായിക്കും ബേല കത്തി ബേൺജി പാനി പീനെ ചലി ജാവും ഇപ്പോൾ ബേല ചോദിക്കുകയാണ് നമുക്ക് വെള്ളം കുടിക്കാൻ പോയാലോ എന്ന് ചോദിച്ചാൽ സാഹിൽ പി കത്ത സാഹിലും അത് തന്നെ തിരിച്ചു ചോദിക്കും എന്താണ് ബഹൻജി പാനി പീനെ ചലാ ജാവും നമുക്ക് വെള്ളം കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കും അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇവർ രണ്ടുപേരും ഒരേ പ്രകാരത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു രണ്ടുപേരും വളരെ ഐഡൻറ്റിക്കലായിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ ചെയ്യുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഇനി അടുത്തൊരു സംഭവം നമ്മുടെ ലേഖൻ പ്രഭാത് നമ്മളോട് പറയുകയാണ് ഗണിത് കെ മാറ്റ് സാബ് സുരേന്ദർ ജി കാ പീരീഡ് ഖേൽഖണ്ഡി കെ ബാദ് ആതാ താ ഇവരെ മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ആര് സുരേന്ദർ ജി ബच्चे उनसे कांबते थे അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരീഡ് വരുന്നപ്പോഴാണ് പീരീഡ് ഖേൽഖണ്ഡിക്ക് ബാദ് ആതാ ഡ്രിൽ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അവർ വരുന്നത് ബच्चे उनसे कांबते थे കുട്ടികൾ എന്ത് ചെയ്തിരുന്നു ഉൻസെ അദ്ദേഹത്തെ കണ്ടിട്ട് കാംബിന എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക അദ്ദേഹത്തെ കണ്ട് ഭയപ്പെട്ടിരുന്നു और खेलखंडी बंदों से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे കൂടാതെ ഇവർ അദ്ദേഹത്തിനോടുള്ള പേടി കാരണം ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ എവിടെ വന്നിരിക്കും ഇവരുടെ ഇരിപ്പിടങ്ങളിൽ വന്ന് ഇരിക്കാറുമുണ്ട് ബാക്കി നോക്കുക സുരേന്ദർ ജി മാറ്റ് സാബ് ഇസി പീരീഡ് में कॉपी जांचते थे അപ്പോൾ നമ്മുടെ ഈ സുരേന്ദർ ജി മാസ്റ്റർ എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ അവർ വന്നിട്ട് ഇവരുടെ നോട്ട് ബുക്കുകൾ പരിശോധിക്കും ജറാസി ഗൽത്തി पर बच्चों को इधर उधर फेंक देते थे ചെറിയൊരു തെറ്റ് കണ്ടാൽ തന്നെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിയും കൂടാതെ ചാപ്പട്ട് മാർനെ ലഗ്തേ ശക്തമായിട്ട് അല്ലെങ്കിൽ അവരുടെ കവാലത്തിലൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൾ ജാതാ താ അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിക്കുവാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ രുക്ന ഭൂൾ ജാതാ താ നിർത്തുവാനായിട്ട് മറന്നു പോകാറുണ്ട് എന്ന് പറയാറുണ്ട് അതായത് അദ്ദേഹം അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഇങ്ങനെ മർദ്ദിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു ക്രൂരനായിട്ടുള്ള ഒരു അധ്യാപകൻ അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ലേഖൻ പറയുകയാണ് एक दिन सुरेंदर जी माट साहब ने बेला के बालों में पंजा फंसाया ഒരു ദിവസം നമ്മുടെ ഈ മാത്സ് അധ്യാപകനായ സുരേന്ദർ ജി ബേലയുടെ മുടികളിൽ എന്ത് ചെയ്തു പഞ്ചാവംസായ എന്ന് പറഞ്ഞാൽ മുടികളിൽ കുത്തിപ്പിടിച്ചെടുക്കുക അങ്ങനെ കുത്തിപ്പിടിച്ചെടുത്തു पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं പക്ഷേ ഒരു തെറ്റ് കണ്ടിട്ടായിരിക്കും എന്ത് ചെയ്തത് അദ്ദേഹം ബേലയെ ശിക്ഷിക്കാനായിട്ട് തുടങ്ങിയത് പക്ഷേ അദ്ദേഹം ഏതൊരു തെറ്റാണോ കണ്ടത് അതെന്തല്ലായിരുന്നു അത് തെറ്റ് അല്ലായിരുന്നു उन्होंने बेला को छोड़ दिया അങ്ങനെ അദ്ദേഹം ബേലയെ വെറുതെ വിട്ടു बेला के फैफीद चेहरे को देखकर साहिल बुरी तरह डर गया था പക്ഷേ ബേലയുടെ ഈ പേടിച്ചരണ്ട മുഖം കണ്ടിട്ട് സാഹിൽ വളരെയധികം വിഷമിച്ചു പേടിച്ചു उसने देखा कि സാഹിൽ നോക്കിയപ്പോൾ കണ്ടു ബേല के पाव अभी भी कांब रहे हैं ബേലയുടെ കാലുകൾ ഇപ്പോഴും ഇരുന്ന് വിറയ്ക്കുന്നത് സാഹിൽ കണ്ടു जैसे वह खड़े खड़े अभी गिर जाएगी എപ്രകാരം എന്ന് വെച്ചാൽ അവൾ വിറച്ചു വീഴുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു
सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा बैठ अपनी जगह पर. അപ്പോൾ എന്ത് ചെയ്തു സുരേന്ദർ ജി മാസ്റ്റർ എന്ത് ചെയ്തു അവളുടെ ബുക്ക് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇരിക്കടി നിന്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു പാരഗ്രാഫ് കൂടെ നോക്കാം. എന്താണ് പറഞ്ഞത്? ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. മാറ്റ് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ. അധ്യാപകന് വേണമെങ്കിൽ എന്നെ മർദ്ദിക്കാം. മഗർ സാഹിൽ കെ സാമനെ നഹീം. പക്ഷേ അത് ആരുടെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു? സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. और साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. കാരണം അവൾ സാഹിലിൻ്റെ മുന്നിൽ സ്വയം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഒരു നാണക്കേടുപ്പ് അനുഭവിക്കുന്നുണ്ട്. ക്യോങ്കി വह जानती थी कि എന്തുകൊണ്ടെന്നാൽ അവൾക്ക് അറിയാമായിരുന്നു വह സാഹിൽ की नज़र में बहुत अच्छी है. സാഹിലിൻ്റെ ദൃഷ്ടിയിൽ അവൾ നല്ലൊരു കുട്ടിയായിരുന്നു എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആ ഒരു പ്രക്രിയയ്ക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തത്? ഭംഗം സംഭവിച്ചത്. കാരണം ബേല എന്ത് ചെയ്തു? അധ്യാപകൻ മർദ്ദിക്കാനായിട്ട് പിടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? സാഹിലിൻ്റെ മനസ്സിൽ അതിനൊരു ഇളക്കം തട്ടി എന്ന് എന്ത് ചെയ്തു? അവൾ മനസ്സിലാക്കുകയാണ്. ജബ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി. അങ്ങനെ ബേല സാഹിലിൻ്റെ അടുക്കൽ വന്നിരുന്നിട്ടും ഉസെ നസർ നഹി മിലാ പായി. ബേലയ്ക്ക് സാഹിലിനെ ഒന്ന് നോക്കുവാൻ പോലും എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇരുന്ന് വായിച്ചു നോക്കുക, വീണ്ടും വായിച്ചു നോക്കുക. പാടുള്ള വാക്കുകൾ നയ ശബ്ദമൊക്കെ എഴുതിയെടുത്ത അർത്ഥങ്ങൾ മനസ്സിലാക്കുക.